Good morning, dear traders. Welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളും പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാനും നമ്മൾ മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള കീ സോൺസും കാര്യങ്ങളൊക്കെ എത്രത്തോളം വർക്കൗട്ടായി നമുക്ക് നോക്കാം. എന്നിട്ട് അതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേലേക്ക് പോകാം. ഇന്നലെ നമ്മൾ യൂറോസ്റ്റിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇവിടെ. ഇന്നലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റിൽ നിന്നയിച്ചത്. പിന്നെ നമ്മൾ ഇതായിരുന്നില്ല, ഇത് മിനിഞ്ഞാന്ന് പറഞ്ഞ കീ സോൺ ആയിരുന്നു. അത് ഓൾറെഡി ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് അത് പോയി, അതിൻ്റെ അപ്സൈഡ് മൊമെന്റ് കിട്ടിയായിരുന്നു. ഇന്നലെ പറഞ്ഞ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാനാണ് മിനിഞ്ഞാന്ന് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞത് ഈ കാണുന്ന ഓറഞ്ച് കളറാണ്. എന്തുകൊണ്ട് ഞാനിത് ഇന്നലെ എടുത്തു എന്നുള്ളത് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്നലെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവർ അത് കാണുക, അത് കണ്ടിട്ട് ഇന്നത്തെ കണ്ടാൽ മതി, എന്നാലേ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. സോ ഇതായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ കീ സോൺ, ഈ പറഞ്ഞ ഓറഞ്ച് കളർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ബൈ മൊമെന്റ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ FOMC ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ നമുക്ക് റിവ്യൂ നോക്കാം. നമ്മളെ കീ സോൺസും ഇന്നലത്തെ FOMC കൂടെ എത്രത്തോളം മാർക്കറ്റിൽ വർക്കൗട്ടായി നമുക്ക് നോക്കാം. സോ ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഏകദേശം, അതായത് ഈ ഒരു വ്യൂ പറയുന്ന ടൈമിൽ, അനാലിസിസ് പറയുന്ന ടൈമിൽ ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ്. സോ അവിടെ നിന്ന് മാർക്കറ്റ് വന്നു. ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു ഓറഞ്ച് ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ ഒരു ഓറഞ്ച് കളർ ബോക്സ്, അത് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടത്തേക്ക് മാർക്കറ്റ് വന്നിട്ടാണ് ഈ ഒരു ബൈ മൊമെന്റ് ഇത്രയൊക്കെ തന്നേക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏരിയ ഈ ഒരു ടാർഗറ്റ് ആയിരുന്നു, ഈ ഒരു പൈസ ലിക്വിഡിറ്റി ആയിരുന്നു ടാർഗറ്റ് ആണ് പറഞ്ഞു വെച്ചത്. എക്സാക്ട്ലി അവിടെ തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് അയക്കണത്. ഇവിടെ വന്നു നല്ല ബൈ മൊമെന്റ് തന്നിട്ടാണ് മാർക്കറ്റ് അപ്പ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നല്ലൊരു പിപ്പ് മൊമെൻ്റാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് FOMCയുടെ ടൈമിലായിരുന്നു ഇന്നലെ മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ട് ഡൗൺ അയക്കുന്നത്. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്ന ഒരു കീ സോൺ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച മുതൽ, ഏകദേശം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞാൻ പറയേണ്ടായിരുന്നു ഇതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു മൊമെന്റ് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ നോക്കിയ ആ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇന്നലെയായിരുന്നു മിറ്റിഗേറ്റ് ചെയ്തത്. ഇന്നലെ FOMCയുടെ റിസൾട്ടായിട്ട് അത് ഇന്നലെ തന്നെ മിറ്റിഗേറ്റ് ആയി. അവിടുന്ന് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെ വീണ്ടും കിക്കനായി. അതായത് ഇന്നലെ പറഞ്ഞ സോണും ആക്ടിവേറ്റ് ആയി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സോണും ഇന്നലെ ആക്ടിവേറ്റ് ആയി. സോ അതിന്റെ ഒരു ബൈ റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് യൂറോസ്റ്റിയിൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൈ റാലി കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ബെയറിഷ് ആവാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും യൂറോസ്റ്റി തന്നിട്ടില്ല. സോ വരുന്ന മണിക്കൂറുകളിൽ ബുള്ളിഷ് ആയിട്ടുള്ള മൊമെന്റുകൾ തന്നെയാണ് ഞാൻ യൂറോസ്റ്റിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് എവിടെ അടുത്തായിട്ട് സെല്ലേഴ്സ് സ്റ്റെപ്പിനാവും കൂടെ നോക്കാം. അടുത്ത സെല്ലേഴ്സ് സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഹൈ എന്തായാലും ടേക്ക് ഔട്ട് ചെയ്യണം. കാരണം അത്രയും നല്ല ബൈങ് കൺഫർമേഷൻസ് ഇപ്പോൾ ഓൾറെഡി യൂറോസ്റ്റി തന്നിട്ടുണ്ട്. സോ ഇനി ബെയറിഷ് ആവണേന് ലോജിക്കൊന്നുമില്ല. സോ ഐ ആം ബുള്ളിഷ് ഓൺ USD ഫോർ ദ ഡേ. ഈ ഫോർ ദ ഡേ എന്നല്ല, ഈ ഒരു ലെവൽ എത്തുന്നത് വരെ എന്തായാലും ഞാൻ യൂറോസ്റ്റിയിൽ ബൈസ് മാത്രമേ ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ മാർക്കറ്റ് പ്രൈസ് ടേൺ ഔട്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോളർ. ഡോളറിൽ നമ്മൾ ഒരു ഇന്നലെയൊക്കെ പറഞ്ഞ വ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെയറിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഓൾറെഡി നല്ലൊരു ബെയറിഷ് മൊമെന്റ് തന്നു. പിന്നെ ഈ ഒരു കീ സോണിൽ നിൽക്കുന്നത് കാരണം, ഇതൊരു ബൈ ലിക്വിഡിറ്റി ആണ്, ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഷോർട്ട് ടേം മീൻസ് ഇൻട്രാഡേ ബേസിസിൽ ഒരു ബൈയിങ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടായിട്ടായിരുന്നു യൂറോസ്റ്റി ഇന്നലെ ഡൗൺ അയക്കണത്. മനസ്സിലായില്ലേ? യൂറോസ്റ്റിയും ഡോളറും ഒരു ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് പെയർ ആണെന്ന് നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. അതായത് ഡോളർ ഡൗൺ ആവണമെങ്കിൽ യൂറോസ്റ്റി ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ ഡോളറും അപ്പാവും. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് തന്നെയാണ് ഇന്നലെ യൂറോസ്റ്റി ഈ ഡോളറിൽ ബൈങ് കടന്ന കാരണമാണ് യൂറോസ്റ്റിയിൽ ആ ഒരു കറക്ഷൻ വന്നേക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? ഇപ്പോൾ കറൻലി ഡോളറിൻ്റെ സിറ്റുവേഷൻ പറയാനാണെങ്കിൽ ഡോളർ ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു റിജക്ഷൻ കാരണമായിട്ടാണ് ഇപ്പോൾ ഡോളർ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ പേഴ്സണൽ ഒരു ട്രേഡ് പ്ലാൻ പറയാനാണെങ്കിൽ, എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ പറയാനാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പ്രൈസ് സ്റ്റഡി വെച്ച് പറയുമ്പോൾ ഡോളർ വരുന്ന മണിക്കൂറുകളിൽ ഇനിയും ഡൗൺ ആവും. ബുള്ളിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നും ടിൽ ദിസ് മൊമെന്റ് ഡോളർ തന്നിട്ടില്ല. സോ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഡോളറിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂറോസ്റ്റി വീണ്ടും ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഐ ആം ബുള്ളിഷ് ഓൺ USD ആൻഡ് ഐ ആം ബെയറിഷ് ഓൺ US dollar. ആൻഡ് ഫൈനലി ഗോൾഡിലെ റിവ്യൂ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഗോൾഡിലെ ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ, ഗോൾഡിലെ ഇന്നലെ കീ സോൺസ് ആയിട്ട് പറഞ്ഞ ഏരിയാസ് എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഇതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇന്നലെ നമ്മൾ നിൽക്കണമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഒരു ഡൈവർജൻസ് നമ്മൾ ഇന്നലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് നല്ലൊരു ഡൈവർജൻസ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ആ ഡൈവർജൻസ് നമുക്ക് കിട്ടിയത്. ആ ഡൈവർജൻസ് കിട്ടിയതിൻ്റെ റിസൾട്ടായിട്ട് ഗോൾഡ് ഇന്നലെ ഓൾ ടൈം ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്തു. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറയാനാണ് ഗോൾഡ് ഇനിയും പുതിയ ഓൾ
ടൈം ഹൈസിലേക്ക് പോകുന്നുള്ളത്. അത് ഇന്നലെ സംഭവിച്ചു FOMCയുടെ ടൈമിൽ. എന്നിട്ട് ആ മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒന്ന് റിജക്റ്റ് ആയിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് ബോക്സ് നിങ്ങൾക്ക് കാണാം, ഇതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ബൈ മൊമെന്റ് തരുമെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫ്രൈഡേ എന്തോണെന്ന് ഞാനിത് മാർക്ക് ചെയ്തിട്ട് വെച്ചത്, ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതേ കഴിഞ്ഞ ഫ്രൈഡേ ആണെന്നാണ് തോന്നുന്നത്. അല്ലല്ല, കഴിഞ്ഞ മൺഡേ ആയിരുന്നു ഞാൻ മാർക്ക് ചെയ്തത്. മൺഡേയിലെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മൺഡേയിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ആ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇന്നലെയാണ് മിറ്റിഗേറ്റ് ചെയ്തത്. ഫൈനലി വെനസ്ഡേ മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഗോൾഡ് അതിൻ്റെ ഈ ഒരു അപ്പർ മൊമെന്റം തന്നുകൊണ്ടിരിക്കുന്നത്. സോ വരുന്ന മണിക്കൂറുകളിൽ ഗോൾഡിൽ ബൈങ് തന്നെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ഈ ഒരു ലെവൽ, ഈ കാണുന്ന ഈ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവിടം വരെ എന്തായാലും ഗോൾഡ് ബൈയിങ് തന്നെയാണ്. ഇനി ഇവിടെ എത്തിയിട്ട് സെല്ലേഴ്സ് സ്റ്റെപ്പ് ഇൻ ആവണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഗോൾഡിൽ ഷോർട്ട് സെല്ലിങ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ടിൽ ദിസ് ഏരിയ ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ്. പക്ഷേ ഈ ഒരു സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള ഈ ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ബയേഴ്സ് തന്നെയാണ് കിക്കിനാവുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഇനിയും പൊക്കത്തേക്ക് തന്നെ കയറും. മാത്രമല്ല പുതിയ ഓൾ ടൈം ഹൈസ്, ന്യൂ ഫ്രഷ് ഓൾ ടൈം ഹൈസ് ഗോൾഡ് ക്രിയേറ്റ് തന്നെ ചെയ്യും. ആൻഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ പറഞ്ഞ ഈ ഒരു ഏരിയ ഉണ്ട്, 2678 എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇതാണ് ഇനി അടുത്ത മെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് ഗോൾഡിൽ ഞാൻ കാണുന്നത്. അവിടെ എത്തുന്നത് വരെ നല്ല ബൈ റാലി തന്നെ ഗോൾഡിൽ ടിൽ ദിസ് മൊമെന്റ് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് സെപ്റ്റംബർ 19th ആണ്. ഇന്ന് GBPയിൽ ന്യൂയോർക്ക് ടൈം 7 മണി, അതായത് ന്യൂയോർക്ക് ടൈം 7 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൈം വൈകിട്ട് 4:00 ഒരു GBP കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ GBP ട്രേഡ് ചെയ്യണ ഒരു ഇൻട്രാഡേ ബേസിസിൽ ട്രേഡ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് എൻ്റെ പേഴ്സണലി ഞാൻ പറയുള്ളൂ. പിന്നെ 8:30 അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉണ്ട്, USD ആണ്. അത് GBP, യൂറോയിലും ഗോൾഡിലും എല്ലാത്തിലും ഇമ്പാക്ട് ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ഒരു ചെറിയൊരു വോളറ്റിലിറ്റി നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാം. വീക്കിലിയുള്ള ന്യൂസാണത്. ഓക്കെ. പിന്നെ ഞാൻ ഈ പറയുന്ന അനാലിസും കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഈ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും എല്ലാം ഞാനിവിടെ പ്ലോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കീ ഏരിയാസ് എല്ലാം ICT കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ICT കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ICT കൺസെപ്റ്റ്സ് ലേണിംഗ് സീരീസ് ഇൻ മലയാളം നമ്മൾ വീക്കിലി 2-3 എപ്പിസോഡ്സ് വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ICTയിലെ മെയിൻ അത്യാവശ്യമായിട്ടുള്ള കീ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും പ്യുവർ മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൺസ്റ്റിപ്സിൻ്റെ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ്. ഇവിടെ കമൻറ്റ് സെക്ഷൻ ഉണ്ട് നമുക്ക് ടെലിഗ്രാം ചാനലിൽ. ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാലും മതി. ഓക്കെ, നമ്മൾ ഡെഫിനറ്റ്ലി റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി ബിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി ബിപ്സ്.